നല്ല പുളിയാണ്. ഈ കുരു തിന്നും ഞങ്ങൾ. അതിലുണ്ട്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. വെള്ളപ്പൊക്കമൊക്കെ അല്ലേ, നമുക്ക് പുളി എല്ലാം ഇഷ്ടം പോലെ ഒഴുകിപ്പോയി. കുടംപുളി നമുക്ക് പുളി പെറുക്കാൻ പോവാം. വെള്ളയും ചുമലയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. എല്ലാം ചൊങ്ങി, ഇനിയിപ്പം നാളെ രാവിലെ വിരിയത്തുള്ളൂ. ഒരു സമയം കഴിയുമ്പോൾ അതെല്ലാം വീണ്ടും ഇങ്ങനെ ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി കേട്ടോ. മഴ ചാറുന്നുണ്ട്. ഇതിലേ കയറാനാണ് അപ്പുറം വഴിയോ? ഫുള്ള് വെള്ളമായി കണ്ടോ. അല്ല, പെറുക്കെടുക്കാവേ. കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറാം. കൊടംപുളി നല്ല നാടൻ വരാല് കറി വെക്കാൻ സൂപ്പറാണ്. എല്ലാ നാട്ടിലൊന്നും ഈ പുളി അറിയത്തില്ല അല്ലേ? എല്ലാവർക്കും ഈ പുളി അറിയത്തില്ല. കുട്ടനാട്ടുകാർക്ക് കുടംപുളി ഇല്ല, മീൻകറിയില്ല. കുടംപുളി ഇഷ്ടമില്ല. അതിലുണ്ട്. അതിലുണ്ട് കേട്ടോ. വേണോ? കണ്ടോ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഈ പോള ഇങ്ങനെ മാറ്റി നോക്കണം, എന്നല്ലേ അങ്ങോട്ട് പോവേ. അടാടാടാന്നാ വിളിച്ചേ. പിന്നെ ഇവിടെ ആരും ഇല്ലാത്തോണ്ട് അവര് പറഞ്ഞെന്ന് അവരറിയില്ലല്ലോ. ഇല്ല, ചീഞ്ഞു പോയി കണ്ട. വെള്ളത്തിൽ കിടന്ന് വെറുതെ ചീഞ്ഞു പോകുമല്ലോ. അതെടുത്തോളാൻ പറഞ്ഞു. അതിൽ കയറത്തില്ല, അപ്പുറം വഴി വരണം. അതേ ആറാനും തുടങ്ങി. ഞാൻ വന്നല്ലേ പുറത്തോട്ട് പോകും. ഞങ്ങളിവിടെ നിന്നും വന്ന് ഇങ്ങനെ പെറുക്കത്തില്ല കേട്ടോ. അവർ രാവിലെ ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ട് പോയി, എല്ലാം എടുത്തുകൊണ്ട് പൊക്കോ, വെള്ളത്തിൽ കിടന്നെല്ലാം ചീത്തയായി പോവുക. അവരെല്ലാം ഇവിടുന്ന് പോയി. വെള്ളമായതുകൊണ്ട് അവർ അകത്തെല്ലാം കയറി, പെറുക്കാത്തില്ല. ഞാനിങ്ങനെ പെറുക്കത്തൊന്നുമില്ല. ഞങ്ങൾക്ക് വീട്ടിലുണ്ട് പുളി. ഭയങ്കര നല്ല പുളി കിട്ടുന്നത് ഇതുപോലെ ചീഞ്ഞ പുളിക്കാണ്. പക്ഷെ ഇപ്പോൾ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും എടുത്തിട്ട് കാര്യമില്ല. പുളി കൂടുതൽ അതിനാണോ? എന്തായാലും നമ്മളതൊന്നും എടുക്കും, നല്ലത് മാത്രമേ എടുക്കൂ. പോളയ്ക്കിടയിലാണ് കണ്ടോ, പച്ചയുടെ ഇടയ്ക്കൂടെ മഞ്ഞ കളർ.
ഇടയ്ക്ക് മഴ ചാറുന്നുണ്ട്, ചാറ്റൽ മഴ. ഈ കുടംപുളി കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് ചാറുകറിയൊക്കെ വെക്കാം. ഇത് കുളമായിരുന്നു, വലിയ കുളമാണ്, ആഴമില്ല, ഇത്രയും വലിയ കുളം. പുളി തോന്നിക്കൊണ്ട് വന്നിട്ട് അത് കണ്ടില്ല. എന്ത് കടിച്ചതാ, കഴിച്ചൊന്നും എടുക്കണ്ടല്ലോ, അതെന്ത് കാറ്റാണോ. ഇവിടുത്തെ കഴിഞ്ഞേ എങ്ങോട്ടാ ഇനി എവിടോട്ടോ പോയി പോട്ടെ. എൻ്റെ ഇവിടെ ഉണ്ട് കണ്ടോ, ഞാൻ കണ്ടത് ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടോ, കണ്ടോ, ഇതേ കിടക്കും കണ്ടോ. വറുത്ത പുളിയില്ല, ഒറ്റ പുളിയില്ല കണ്ടോ, അതന്നെ ഉണ്ടാവുന്നേ ഉള്ളു കണ്ടോ. ആ ഇത് ഉണ്ടാവുന്നേ ഉള്ളു കണ്ടോ. ഇത്രയും കിട്ടി, നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. അവിടെ ഒരു പുളിച്ചോളുണ്ട്, അവിടെയും കൂടെ നോക്കിയിട്ട് പോകുന്നിടത്ത് ഇതിലെ കയറി വന്ന ഇവിടെ 5-6 കിടപ്പുണ്ട്. ഞാൻ എടുക്കാം. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പോള അകന്ന് തെളിച്ചിട്ടിട്ടല്ലേ പോയെ, അപ്പോൾ ആ പോളയ്ക്കതോടെ പൊങ്ങി വന്നതുണ്ടോ പുളി. ഈ പുളി താഴെ കിടപ്പുണ്ട് കേട്ടോ, അത് പൊങ്ങി വരണം, താഴെയൊന്നും ഇറങ്ങാനൊന്നുമില്ല. നമ്മൾ പോള തെളിച്ചിട്ടപ്പോൾ ആ പോളയ്ക്കകത്തോടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ രണ്ടെണ്ണം ഇല്ല. വെള്ളത്തിൽ ചീഞ്ഞപ്പം ഇതല്ല എടുക്കണ്ട ഗ്യാസ്. ഇത് കണ്ടോ, അതേ വീട് കണ്ടോ, ഇത് ഫുള്ള് വെള്ളത്തിലായി കണ്ടോ, മുങ്ങിപ്പോയി. അവരെല്ലാം ഇവിടുന്ന് പോയി, ഇനി വെള്ളം ഇറങ്ങുമ്പോഴേ വരത്തുള്ളൂ. ആ ചേട്ടൻ രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ ആ ചേട്ടൻ വിളിച്ച് പറഞ്ഞു പുളിയെല്ലാം എടുക്ക്, ചീഞ്ഞ് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചീഞ്ഞ പുളിയെല്ലാം മാറ്റി വെച്ച് വെള്ളത്തിൽ കിടന്ന് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പുളി നോക്കി ഞങ്ങളതെല്ലാം പെറുക്കിക്കൊണ്ട് വന്നു കണ്ടു. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.